ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ചേച്ചി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ, നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയല്ലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെ കാർ സൈഡ് എനിക്കുണ്ട്. എന്നത് കാണിപ്പിച്ചു. നിങ്ങളെ കാർ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമൂട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമൂട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. ഒന്നും കേൾക്കാൻ വയ്യല്ല. സൂചിച്ചത് ഞാൻ പോകുന്നു പറ. ഇത് ഒരാളുടെ കാര്യം ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 ടീഷർട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ, നിങ്ങൾ മുമ്പയോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? 50 നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചുകൊണ്ടിരുന്നോ? ഇല്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ വായിട്ട് ഒരച്ച് നിങ്ങൾ കുറച്ചാണ് മഴ തിരികൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറിയല്ല, മനസ്സിലായില്ലേ? സോറിയാ? സോറി ആർക്ക് സോറി? ആർക്ക് സോറി പറയണം? ആർക്ക് തന്നെ സോറി? അതുണ്ടല്ലോ എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ കൊല്ലും. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ കൊല്ലും. നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഈ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായില്ലേ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഒബൈഒസി എന്ന സ്ഥാപനത്തിലെ സ്റ്റാഫും ദിയയും തമ്മിലുള്ള ഈയൊരു ഫോൺ കോൾ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ദിയയുടെ ഭാഗത്താണോ കുറ്റം അതോ സ്റ്റാഫിൻ്റെ ഭാഗത്താണോ കുറ്റമെന്നറിയാതെ ആരാധകർ